ഹായ് ഗായ്സ്. സോ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഇതൊക്കെ ഇന്നലെ രാത്രി നമ്മൾ ഇട്ടിട്ട് കിടന്ന ഇപ്പം ആർട്ടിഫിഷ്യൽ നെയിൽ കൊള്ളാമോ? അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുക. സംബന്ധിച്ചിട്ട് കാണാം. ഹായ് പറ. ഹായ് ഹായ്. ലൂണ രാവിലെ കിടപ്പൊക്കെ നമ്മളെ ലൂണ നല്ല ഉറക്കം. ഇപ്പൊ പൂ വെച്ച് ബാക്കിൽ അരുളിയും ഇന്നലെ സത്യം പറഞ്ഞാല് പൂ വാങ്ങിച്ചോ, ഞാനല്ല വാങ്ങിച്ചത്, ആരോ വാങ്ങിച്ചു വെച്ചു ഇവിടെ. ഇപ്പൊ ഇന്ന് ഇടാൻ നോക്കിയപ്പോ പൂ കെട്ടാത്ത പൂവാ മേടിച്ചോണ്ട് വന്നത്. സോ അരുളി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് അമ്പലത്തിൽ പോയി ഇറങ്ങി കേട്ടോ. നമ്മളെന്നും പോകുന്നത് തിരുവോണത്തിന് ഇവിടെ അടുത്തുള്ള ഇളമ്പുള്ളൂർ ദേശീയത്വത്തിലാണ്. അപ്പോൾ ഈ വട്ടം അവിടെ തന്നെയാണ് പോയത്. അങ്ങനെ പോയി നമ്മളെല്ലാവരും, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നു. എനിക്കിതിൻ്റെ അകത്ത് വരെയൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. ആ കളാം. ഒരു അടിപൊളി സ്പോട്ട് കണ്ടു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ അവിടെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു, ആലിൻ്റെ ഫ്രണ്ടിൽ. സോ നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു കഴിച്ചു. സോ നമ്മളിവിടെ ചേട്ടന്മാരെയൊക്കെ കണ്ടു ഗൈസ്. അതിപ്പം വരുമ്പോൾ എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇവിടെ അപ്പത്തെ ക്ലബ്ബിൽ പരിപാടി നടക്കും. അതാ ബഹളം. വിഷ്ണു അണ്ണ എന്റെ വ്ളോഗിലൊരു ഹായ് എന്റെ വ്യൂവേഴ്സ്, എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഹായ്. പറഞ്ഞോ. ഇതെന്റെ ചേട്ടന്മാരാണ്. വിഷ്ണുവിനായിട്ട് ഫോട്ടോ എടുത്തില്ലല്ലോ. അനു ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്റെ മോളത് അനു. സോ നമ്മളെല്ലാരെയും കണ്ടിട്ട് ഇനി വീട്ടിലേക്ക് പോകാൻ നല്ലപോലെ വിശക്കുന്നു. സോ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ഇതുവരെ അപ്പം പോലും ഇട്ടില്ല, ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. അങ്ങനെ നമ്മൾ അത്തം ഇടാൻ വേണ്ടിയിട്ട് പൂ വെച്ചിക്കൊണ്ടിരിക്കുക. സോ നമ്മൾ അത്തം ഇടാൻ വേണ്ടിയിട്ട് പൂ വെച്ചിരുന്നതേ ഉള്ളൂ. ഇനി എപ്പോൾ അത്തോട്ട് വരുമെന്തോ. ഈ പൂ ആദ്യമായിട്ടാണ് ഞാൻ അത്തം ഇടാൻ കാണുന്നത്. മീൻസ് ഈ കളർ കണ്ടതാ, നല്ല രസമുണ്ട് കളർ രണ്ടും. ഇതിൻ്റെ അത്തത്തിന് ഡിസൈനൊന്നും കണ്ടു വെച്ചില്ല, എന്തോ ഇടുന്നുണ്ട്. ചെറിയ അത്തം ഇടണം, ചെറിയ അത്തം ഇടാം, കാരണം പൂ ഇച്ചിരിയേ ഉള്ളൂ. വെറുതെ ഇരിക്കാതെ അങ്ങോട്ട് ചെയ്യും. ഡ്രസ്സ് ഊരാത്തേന്ന് വെച്ചാല് നമ്മളെ ഫാമിലി പിക്കൊന്നും എടുത്തില്ല. സോ അമ്മയൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞില്ല. സോ അത് കഴിഞ്ഞിട്ട് അവർ ഡ്രസ്സൊക്കെ മാറി വരുത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് ഊരാന്ന്, അല്ലെങ്കിൽ വീണ്ടും എടുത്തിടേണ്ടി വരും ഞാൻ. പിന്നെ നമ്മളെ മെയിൻ ഓണത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മളെ ക്ലബിലെ പരിപാടിയുണ്ട്. നിങ്ങളവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മളിവിടുത്തെ ചേട്ടന്മാരുടെ നമ്മളൊക്കെ ഉണ്ട് അതിനകത്ത് അംഗങ്ങളാണ്. സോ എനിക്കെല്ലാത്തിനും കയറി പ്രൈസ് മേടിക്കണമെന്നുണ്ട്. കസരകളി, മറ്റേ മിഠായി വറക്കല്, പിന്നെന്തുവാ കലവടി, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. സോ അതിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ട്. ഇത് ഇതുവരെ ഇട്ട് തീർന്നില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകിട്ട് ഞങ്ങളുടെ ഡാൻസ് ഉണ്ട്. ഇന്നലെ ഫുള്ള് പ്രാക്ടീസ് ആയിരുന്നു. സോ ഇന്ന് വൈകിട്ട് എന്തോ ആകുമെന്നുണ്ടോ, ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച ഡാൻസാ. അങ്ങനെ ഇതുണ്ടാവും, വലുതാ, ഊരി വരും. കളർ ഇന്നലെ കടയിൽ വേറെ
ഈ 2-3 കട കയറി, ഈ കളർ ഒരു കടയിലും ഇല്ല. സോ ഒരു കടയിൽ കയറിയപ്പോൾ കളർ കിട്ടി, പക്ഷേ വലിയ അളവ്. പിന്നെ മാച്ചിങ് ആവാൻ വേണ്ടി ഞാൻ അങ്ങ് എടുത്തു. അങ്ങനെ ഉണ്ട്? എൻ്റെ സാരി ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഞാൻ ഈ കളർ വേണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ കളർ സ്കൈ ബ്ലൂ. സോ അങ്ങനെ എടുത്തയാ. പിന്നെ അപ്പാപ്പനും കണ്ടോ, അപ്പാപ്പനും നമ്മളെ സഹായിക്കുക പോയിച്ചാൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാ പ്രാവശ്യം ഇങ്ങനെയാണ് 10-11 മണിയാകുമ്പോഴാണ് അത്തോടുന്നത്. എൻ്റെ അടുത്ത് അമ്പലത്തിൽ രാവിലെ അമ്പലത്തിനും പോയി ഫുഡൊക്കെ കഴിച്ച് വന്ന അത്തോട്. എന്നിട്ട് നമ്മൾ പരിപാടികളൊക്കെ നോക്കിട്ട് പോകും. പരിപാടിയൊക്കെ തീർന്നുണ്ടോ? പ്രൈസ് ഉണ്ട് എല്ലാത്തിനും. അതൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഈ വട്ടം നടക്കൂണ്ട്. വാടാമല്ലിയാണെങ്കിൽ പിച്ചാൻ കൊടുക്കത്തെ പാടാം. ബാക്കിയുള്ള പൂവൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് നമ്മളിങ്ങനെ അടത്തുവാണെങ്കിൽ പെട്ടെന്ന് വരും. ഇതങ്ങനല്ല. അപ്പം അമ്മയുടെ എനിക്ക് കിട്ടും ഈ ഡ്രസ്സ് വിട്ട് ഈ തറയിൽ കുത്തിയിരുന്ന്. ഡ്രസ്സ് ഫുള്ള് ഈ സാരി വെള്ളയായോണ്ടേ അത് ഉടഞ്ഞു പോയി. ഇനി തേച്ചിട്ടേ ഇത് ഉടുക്കാൻ പറ്റും. പിന്നെന്താ, നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കും പോലെ ഒരു ഗുമ്മില്ലേ ഈ വട്ട ഓണത്തിന്. ഓണമാണ് ഇന്നലെയാ സത്യം പറഞ്ഞ ഒരു ഇത് വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ച മുമ്പ് തിരക്കും തിക്കും ഒക്കെ അല്ലേ. കേട്ട ഒരു രസമില്ലായിരുന്നു. ക്ലബിൽ പരിപാടി ഉണ്ടായതുകൊണ്ട് അറിയില്ല. വൈകിട്ട് ആ ഡാൻസ് ഉണ്ട്, എന്തോ ഉണ്ട്. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. കറികളെല്ലാം ഫൈനലി നമ്മുടെ ഓണസദ്യ കഴിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ കഴിഞ്ഞ വർഷം വ്ളോഗൊന്നും എടുത്തിട്ടില്ലായിരുന്നു, യൂട്യൂബ് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ അന്ന് എടുത്തായിരുന്നു വീഡിയോ. വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. നമ്മൾ സദ്യ കഴിക്കാൻ പോകണം. ഹലോ, പട്ടപ്പെടുത്ത മത്സരം 1ാം സ്ഥാനത്തിരിക്കുന്നത് രാഗി. ചോറ് കഴിച്ചിട്ട് പിന്നെ ഫുള്ള് ഉറക്കമായിരുന്നു. പിന്നെ വ്ളോഗ് എടുക്കാനേ പറ്റിയില്ല, അത്ര കിക്കടിച്ച് ഉറങ്ങിപ്പോയി. വ്ളോഗിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. ഇപ്പം പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ക്ലബ്ബിൽ ക്വിസ് പരിപാടി ഉണ്ടായിരുന്നു, ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിന് വന്ന് 8 പൊട്ടി. അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ ഡാൻസിന് റെഡി ആയിരിക്കുവാണ്. അതെന്തുവാന്ന് അറിയത്തില്ല, നല്ല ടെൻഷനുണ്ട്. സോ ഡാൻസ് കളിക്കാം. ഞാൻ പറ്റുമെങ്കിൽ അത് കാണിച്ചു തരാം.
നമുക്ക് ട്രോഫി ഇട്ടിരിക്കുകയാണ്. ഫുട്ബോൾ ഗ്രാമത്തിന്റെ ട്രോഫി. ഡാൻസ് വളവലിയുടെ പൊളിയായിരുന്നു ഗൈസ്. പരിപാടിയൊക്കെ തീർന്നു. സമ്മാനദാനമാണ് ഇപ്പൊ ഞറുക്കെടുക്കുവാണ്. ഒന്നാം സമ്മാനം എന്തോ 1 പവനോ? 1 പവന്റെ സ്വർണ്ണ നാണയം. 1 പവന്റെ സ്വർണ്ണ നാണയമാണ് ഗൈസ്. ആർക്ക് കിട്ടും നമുക്കിപ്പോ നോക്കാം. 4888 48 88